ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 12:1 വായിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 11-ാം സങ്കീർത്തനത്തിൽ കഠിനമായ പീഡയിൽ കൂടെ കടന്നു പോകേണ്ടി വന്ന ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുന്നതായി കാണുന്നു. 12-ാം സങ്കീർത്തനത്തിൽ ജനത്തിൻ്റെ ഇടയിൽ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നും വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നും വിലപിക്കുന്നു. കപടമുള്ള അധരമുള്ളവരോടും കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നവരോടും ഇരുമനസ്സോടെ സംസാരിക്കുന്നവരോടും ദൈവം ഇടപെടും. സമൂഹം ധാർമ്മികമായി അധംപതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരോടുള്ള ദൈവികമായ ഇടപെടലിൻ്റെ താമസത്തിന് കാരണം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെയും കൃപയുടെയും പ്രകടനമായിട്ടാണ്. കാരണം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കൃപായുഗത്തിലാണ് നാം വസിക്കുന്നത്. എന്നാൽ കൃപയുടെ വാതിൽ അടയുന്ന ദിനം ആസന്നമായി കൊണ്ടിരിക്കുന്നു. രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താതെ ജനത്തിനുമേൽ ദൈവത്തിൻ്റെ ക്രോധം ചൊരിയുവാൻ സമയമായിരിക്കുന്നു. കപടമുള്ള അധരങ്ങളൊക്കെയും അമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയുമെന്നുള്ള വാക്യം വളരെ ഭയഭക്തിയോടെ ജനം ഏറ്റെടുക്കേണ്ടതാകുന്നു. പീഡനം അനുഭവിക്കുന്നവർക്കും ദരിദ്രന്മാർക്കും വേണ്ടി ദൈവം എഴുന്നേൽക്കുമെന്ന് ദൈവം ഉറപ്പു നൽകുന്നു. അനിയന്ത്രിതമായ ദുഷ്ടന്മാർ പെരുകുന്നുവെങ്കിലും ദൈവത്തിൻ്റെ നീതി ആത്യന്തികമായി വിജയിക്കും. ഈ നാളുകളിൽ ദാവീദ് നിലവിളിച്ചതുപോലെ നമുക്കും കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്ത്യരും പരമാർത്ഥികളുമായ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുവാൻ നമുക്കിടയാകട്ടെ. ഭക്തന്മാർ ഇല്ലാതെ പോകുകയും വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ ജനത്തിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എഴുന്നേൽക്കണമേ. അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ അനേകർ എത്തപ്പെടുവാൻ ഇടവരുത്തണമേ. ദുഷ്ടത വിട്ട് അനേകർ രക്ഷാമാർഗം സ്വീകരിക്കുവാൻ ഇടവരണമേ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുവാൻ ഏവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.